തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണേണ്ടതില്ല. കാരണം ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബാലഗണപതി, തരുണഗണപതി, ഭക്തി ഗണപതി, വീരഗണപതി, ശക്തി ഗണപതി, ദ്വിജഗണപതി, സിദ്ധി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, വിഘ്ന ഹരഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബ ഗണപതി, ലക്ഷ്മി ഗണപതി, മഹാഗണപതി, വിജയ ഗണപതി, നിരുത്യ ഗണപതി, ഉർത്തവ ഗണപതി, ഏകാക്ഷര ഗണപതി, വരഗണപതി, ത്രയാക്ഷര ഗണപതി, ക്ഷിപ്ര ഗണപതി, ഹരിദ്ര ഗണപതി, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, ഋണമോചന ഗണപതി, ദുണ്ഡി ഗണപതി, ദ്വിമുഖ ഗണപതി, ത്രിമുഖ ഗണപതി, സിംഹ ഗണപതി, യോഗ ഗണപതി, ദുർഗ ഗണപതി, സങ്കടഹര ഗണപതി തുടങ്ങി 32 തീർന്നില്ല, ഇനിയും ഉണ്ട് 2 പേര്. വല്ലഭ ഗണപതി, സിദ്ധി ബുദ്ധി ഗണപതി. കഴിഞ്ഞോ? ഇല്ല. ഇത് പോരാത്തതിന് അഗസ്ത്യമുനിയാൽ സൃഷ്ടിക്കപ്പെട്ട 2 ഗണപതി കൂടിയുണ്ട്. ഒന്ന് പാതാള ഗണപതി, മറ്റൊന്ന് ദൃഷ്ടി ഗണപതി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ? വേറൊന്നുമല്ല, ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. അതിൽ ഗണപതി എന്ന് പറയുന്നത് 32 ഗണപതി ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ, ഇപ്പോൾ തുറക്കാൻ പറ്റത്തില്ല, തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. 32 ഗണപതി ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. 32 ഭാവങ്ങളാണുള്ളത് ഗണപതിക്ക്. നമ്മൾക്ക് തന്നെ പല ഭാവം ഇല്ലേ? അല്ലേ? എന്താ ഉദാഹരണത്തിന്, ഞാൻ നേരെ ഇങ്ങനെ ഇരിക്കണു, അല്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കണു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഭാവമാണ്. നമ്മുടെ ഓരോ ഭാവങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വേറൊരു ഭാവം ഉണ്ടാവും, സങ്കടം വരുമ്പോൾ ഒരു ഭാവം ഉണ്ടാവും, അല്ലേ? അപ്പോൾ സന്തോഷം വരുമ്പോൾ ഒരു ഭാവം. അങ്ങനെ നമ്മൾ പല ഭാവങ്ങൾ കാണിക്കുക. അതുപോലെ ഭഗവാന്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ പറയുന്നത്. വല്ലഭ ഗണപതി വാളേന്ത്യ ഗണപതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗണപതിയുടെ പല രൂപങ്ങൾ, സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഗണപതി. അപ്പോൾ ഇങ്ങനെ ഗണപതിയുടെ പല ഭാവങ്ങൾ ഇവിടെ പറയുന്നു. ഇതിനകത്ത് ഇന്ന ഗണപതിയെ വീട്ടിൽ വെക്കാൻ പാടില്ല, ഇന്ന ഗണപതിയുടെ വിഗ്രഹം വെക്കാൻ പാടില്ല, ഇന്ന ഗണപതിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, കറുത്ത ഗണപതി വേണം, വെളുത്ത ഗണപതി വേണം, സ്വർണ്ണ കളറുള്ള ഗണപതി വേണം, മറ്റേ നീല താമര കയ്യിലിരിക്കുന്ന ഗണപതി വേണം, മോദകം കയ്യിലുള്ള ഗണപതി വെക്കാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂസ് ആക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ ആരാ ഗണപതി എന്നറിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ താമസിക്കുന്ന കൊട്ടാരക്കരയാണ്, ഗണപതി ഭഗവാന്റെ മണ്ണിലാണ്. അപ്പോൾ ആ മണ്ണിൽ നിൽക്കുന്ന ഒരാൾ ഗണപതിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവുമോ? ഇല്ല. ആദ്യം തന്നെ ഗണപതി ആരാന്ന് അറിയണം. ഗണനായകൻ, അല്ലേ? ഗണനാഥൻ എന്നാണ് വിളിക്കുന്നത്. മഹേശ്വരൻ്റെയും മഹാദേവൻ്റെയും പാർവതിയുടെ മൂത്ത പുത്രനാണ്. അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഗണപതിയെ പോയി കാണും. ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ട് അങ്ങോട്ട് കയറുള്ളൂ മൂത്ത ആൾക്ക്. അപ്പോൾ അത്രയ്ക്ക് ഗണപതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനുമെല്ലാം അപ്പുറം ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സാധാരണ മനുഷ്യരൂപമുള്ള ദൈവങ്ങളെക്കാൾ കൂടുതൽ ക്ഷിപ്രപ്രസാദം നൽകുന്നത്, അല്ലെങ്കിൽ ക്ഷിപ്രപ്രസാദി ആയിട്ടുള്ളത് മൃഗങ്ങളുടെ രൂപവും മനുഷ്യൻ്റെ രൂപവും കൂടി ചേർന്നതിനാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഗരുഡസ്വാമി, 2 വാരാഹ്യമ്മ, 3 നരസിംഹം, 4 വിഘ്നേശ്വരൻ, ഗണപതി. ഇനി ഗണപതി എങ്ങനെ പൂജിക്കണം? നമുക്കൊരു കാര്യം നടക്കണം, നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ തേങ്ങ അടിക്കാൻ ഞാൻ പറയില്ല, നിങ്ങൾ കറുകമാല കൊടുക്കാൻ ഞാൻ പറയത്തില്ല, ഉണ്ണിയപ്പം കൊടുക്കാൻ പറയത്തില്ല, മോദകം കൊടുക്കാൻ പറയില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയോ? അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഭവം കൊണ്ട്. അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതാ സ്ഥാനമാണ് ഗണപതിക്കുള്ളത്. ഗണപതിക്ക് പ്രഥമ സ്ഥാനമുള്ള ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യം എത്ര മണിക്കാണോ ആ സമയം അവിടെ ചെല്ലുക. എത്ര ദിവസം എന്നറിയോ? 11 ദിവസം അവിടെ ചെല്ലുക. 11 ദിവസം എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് നിർമാല്യം കാണുക. ഇനി നിങ്ങളുടെ അടുത്ത് ഗണപതിയുടെ പ്രഥമ സ്ഥാനമുള്ള ക്ഷേത്രമില്ല എങ്കിൽ ഉപദേവതാ സ്ഥാനം ഉണ്ടാവുമല്ലോ,
അവിടെ ചെന്നാലും മതി, അവിടെ ചെന്നാലും മതി. പക്ഷെ പ്രാധാന്യം ഈ പറയുന്ന പ്രഥമ സ്ഥാനം ഉള്ളിടത്താണ്. അവിടെ ചെന്ന് നിർമാല്യ ദർശനം. ഇനി നിർമാല്യം ദർശിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പറയേണ്ടത്? ഒരു വക പറയരുത്. നിങ്ങളുടെ ആഗ്രഹം എന്തുമാണോ, നിങ്ങൾ എന്താവശ്യത്തിനാണോ വന്നത്, യാതൊരു കാര്യവും പറയരുത്. അതിനല്ല നിർമാല്യം കാണാൻ പോകുന്നത്. ഭഗവാൻ കണ്ണ് തുറക്കുക, ഉറക്കം എണീറ്റ് വരിക. നിങ്ങൾ ഉറക്കം എണീറ്റ് വരുമ്പം ഒരാൾ നിങ്ങളെ കാണാൻ വന്ന് നിൽക്കുക. നിങ്ങൾ ഏത് രീതിയിലായിരിക്കും അവരോട് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അവരൊരു പ്രശ്നം പറയാൻ വേണ്ടി വരിക, അത്രയും ഓർത്താൽ മതി. ഭഗവാൻ ഉറക്കം എണീക്കണം. അപ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി തൊഴുതുകൊണ്ട് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മുടെ ഉള്ളിലുള്ള കാര്യം കാണാൻ ഭഗവാന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് എന്ത് ഭഗവാനാണ്, എന്ത് ഈശ്വരനാണ്? ചിന്തിക്കൂ, അല്ലേ? ഇനി യൂട്യൂബ് വീഡിയോസിനകത്ത് പ്രത്യേകം മന്ത്രങ്ങൾ എഴുതി കാണിച്ചിട്ട് നിങ്ങളത് ചൊല്ലണമെന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ യാതൊരു കാരണവശാലും മന്ത്രങ്ങളെ തൊട്ട് കളിക്കരുത്, തൊടാൻ പാടില്ല. എന്താ കാര്യം? മന്ത്രങ്ങൾ എപ്പോഴും ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണം പഠിക്കാൻ. കാരണം അതിന് ചില ചിട്ടകളുണ്ട്. എങ്ങനെയാ? ഋഗ്വേദത്തിൽ മന്ത്രങ്ങളാണെങ്കിൽ യജുർവേദത്തിൽ അതിൻ്റെ അനുഷ്ഠാനം എങ്ങനെയാണെന്നും സാമവേദത്തിൽ അതിൻ്റെ സംഗീതാത്മകരമായിട്ടുള്ള വശം, അത് ചൊല്ലേണ്ട രീതി എങ്ങനെയാണെന്നും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതറിയാതെ ഈ സംഭവം ചെയ്താൽ ഞാൻ ബാക്കി പറയുന്നില്ല. അതുകൊണ്ട് മന്ത്രങ്ങൾ ഒരിക്കലും, ഈ എഴുതി കാണിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ചൊല്ലാം നാമങ്ങൾ, 1000 നാമങ്ങൾ, സഹസ്രനാമം എന്ന് പറയും. ചൊല്ലിക്കോ, ഒരു പ്രശ്നവുമില്ല. നാമം ചൊല്ലിയില്ലയോ, മനസ്സിലുണ്ടോ, കുഴപ്പമില്ല. ഊമയായിട്ടുള്ളൊരു വ്യക്തി, അയാൾക്ക് ശബ്ദമില്ല, അയാൾക്ക് ഭഗവാനെ കാണണ്ടേ, അയാൾക്ക് വിളിക്കണ്ടേ ഭഗവാനെ? അയാൾ ഏത് ഭാഷയിൽ അവർ സംവേദിക്കും? അതെന്താ നമ്മൾ മനസ്സിലാക്കാത്ത? അപ്പോൾ കുറേ മന്ത്രം പഠിച്ചു വെച്ചവരെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കത്തുള്ളൂ. അല്ല, ഈ മന്ത്രം നമ്മൾ സ്ഥിരം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഗ്രഹം കിട്ടത്തുള്ളൂ? ഇല്ല. അപ്പം ഇതൊന്നും അല്ല. ഗണപതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്, വിഘ്നേശ്വരനെ കുറിച്ച്. കാരണം അതറിയാൻ കടൽ പോലെ കിടക്കുകയാണ്. ഞാൻ സഹസ്രനാമം ചൊല്ലുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ചൊല്ലുവാൻ ഇത്രയും പാടായിട്ട് എനിക്ക് തോന്നിയത് ഗണപതിയുടെ സഹസ്രനാമമാണ്. ബാക്കിയെല്ലാം ഒരുവിധം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗണപതിയുടേത് ചൊല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എടുക്കുന്നുണ്ട് പലപ്പോഴും. അത്തരത്തിലുള്ള പേരുകളാണ് അദ്ദേഹത്തിന്. ആ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ യാതൊരു കാര്യവും സംസാരിക്കരുത്, ഒന്നും പറയണ്ട. ഇനി അഥവാ പറയാൻ ആഗ്രഹമുണ്ടോ, മൂലമന്ത്രം ചൊല്ലിക്കൊള്ളൂ. എന്താ? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഇല്ലെങ്കിൽ അടുത്തുണ്ട്. എന്താ അടുത്തത്? എല്ലാവർക്കും അറിയായിരിക്കും. ഭഗവാൻ മഹാദേവന്റെ പുത്രനായ ഗണേശന്റെ മൂലമന്ത്രം അറിയാത്തവരായിട്ട് മലയാളികളായിട്ട് ആരും തന്നെയില്ല, അല്ലേ? സർവവിഘ്നഹരം ദേവം, അതറിയാത്ത ആരുമില്ല. അപ്പോൾ ഈ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ചൊല്ലാൻ അറിയാമെങ്കിൽ മാത്രം ചൊല്ലു. ഗജാനനം ഭൂതഗണാസേവിതം കവിപ്തജംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വളരെ രസകരമായിട്ട് ചൊല്ലാം. ഇനി അതും അറിയില്ല, തുടക്കം ഒന്ന് മാത്രം മതി. ഓം ഗം ഗണപതയേ നമ. തീർന്നു. ഇനി 2-3 പേരുകളൊക്കെ അറിയാം, ചേർത്ത് നിങ്ങൾ നാമം ഉണ്ടാക്കിയോ. ഓം വിഘ്നേശ്വരായ നമ, ഓം ഗണേശായ നമ, ഓം ഗജമുഖായ നമ, ഓം മഹാഗണപതിയെ നമ. പറഞ്ഞോളൂ, ഇത്രയേ ഉള്ളൂ. നാമങ്ങളാ പറയണേ, ഒരു നിയമവും ഇല്ല. അല്ലാതെ മന്ത്രങ്ങൾ എടുക്കുമ്പോൾ ഹ്രീയും ഹ്രൈമും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വേണം ഇതൊക്കെ ചെയ്യാൻ. യൂട്യൂബിനകത്ത് ഒരു ആചാര്യനും വന്നിരുന്ന് മന്ത്രം പഠിപ്പിക്കത്തില്ല. അതൊന്നാമത്തെ കാര്യം. അതങ്ങനല്ല പഠിക്കേണ്ട വിധി. അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയല്ല. വീട്ടിൽ ഭഗവാന്റെ ഗണേശന്റെ ഫോട്ടോ വയ്ക്കാം, അതാണ് നമ്മുടെ വിഷയം. വിഘ്നേശ്വരൻ്റെ ഏത് ചിത്രവും നിങ്ങൾക്ക് വയ്ക്കാം.
ഏത് ചിത്രവും ഏത് വിഗ്രഹവും വയ്ക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ ധൈര്യമായി വെക്കൂ. ഞാൻ പറയുന്നു, വീടിൻ്റെ എല്ലാ ഭാഗത്തും ഗണപതി വെച്ചോളൂ. കന്നിമൂലയ്ക്ക് മസ്റ്റായിട്ടും വെക്കാൻ മറക്കരുത്. കന്നിമൂലയിൽ ഒരു ബെഡ്റൂം കാണുമല്ലോ, നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും. അച്ഛനും അമ്മയും കിടക്കുന്നത് അതിനകത്താണ്. അവരതിനകത്താണ് കിടക്കേണ്ടത്, എങ്കിലേ സൽപുത്രന്മാരുണ്ടാവത്തുള്ളൂ. ആ ഭാഗം ഗണപതിയുടെയാണ്. അവിടെ കൊണ്ടിന്ന് ചിത്രം വയ്ക്കണം. അപ്പം നമ്മൾ ആലോചിക്കും, അയ്യോ അവർ രാത്രിയിൽ അവിടെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാ ഭഗവാന്റെ പടമൊക്കെ വെക്കുമ്പോൾ. നിങ്ങൾ അച്ഛനും അമ്മയും കയറി മുറി അടയ്ക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്കറിയാം നിങ്ങൾ അതിനകത്ത് നാമം ചൊല്ലുമല്ല എന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഭഗവാൻ അറിയത്തില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ അതിനകത്ത് അനാശാസ്യമല്ല നടത്തുന്നത്? നാട്ടുകാരറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് ഭഗവാനെ സാക്ഷി നിർത്തി അഗ്നിസാക്ഷിയായി കൊണ്ടുവരുന്ന സ്ത്രീയുമായിട്ടാണ്. അവിടെ ഒരു ഗണപതിയെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഗണപതിക്ക് നാണം വരുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണം വരുമോ? അശുദ്ധിയാവുമോ? ഒന്നുമില്ല. സൽപുത്രന്മാരും പുത്രിമാരും ഉണ്ടാവും. അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ലെങ്ത് കൂടും. അപ്പോൾ അവിടെ വയ്ക്കുക. കന്നിമൂല നോക്കി, ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കന്നിമൂല എന്തോന്നാ അവിടെ നോക്കി അവിടെ വയ്ക്കൂ. അവിടെ മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയൊക്കെ വീടിൻ്റെ ഭാഗത്ത് വയ്ക്കാം, അവിടെയൊക്കെ വെക്കാം, ടോയ്ലറ്റിനകത്ത് ഒഴിച്ച്. ബാക്കി എവിടെ വേണമെങ്കിലും വയ്ക്കാം. എത്ര ചിത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കാം അത്രയും. അതായത് വീട് മുഴുവൻ കയറുമ്പോൾ ഗണപതിയുടെ ചിന്തയായിരിക്കണം. അങ്ങനെ ഗണപതിയെ വിളിച്ച ഒരു വ്യക്തിയും ജീവിതത്തിൽ നശിച്ചിട്ടില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഒരു സംശയം വേണ്ട. കാരണം കൊട്ടാരക്കരക്കാരനായതുകൊണ്ട്, കൊട്ടാരക്കരയുടെ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഗണപതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷമമായി. ഇന്ന ഗണപതിയെ, കറുപ്പ് ഗണപതിയെ വെച്ചൂടാ, വെളുത്ത ഗണപതിയെ വെക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഗണപതിയെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് അറിയുക. ആരാണ് ഗണപതി? നിങ്ങൾക്കൊരു കാര്യം നടക്കാനുണ്ടോ? ഈ പറയുന്ന സമയത്ത് നിർമാല്യം തൊഴുക 11 ദിവസം. 3-ാം ദിവസം അനുഭവം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത്. പക്ഷെ 3-ാം ദിവസം അതേ മണ്ണിൽ വെച്ച് അനുഭവം ഉണ്ടായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ നിർമാല്യം കാണും. ഇനി ഭഗവാന്റെ ചിത്രങ്ങൾ വീടിൻ്റെ എവിടെയും വെക്കാം കേട്ടോ, എവിടെയും. ഓടി വരും. വിഷമമുണ്ടായാൽ വിളിക്കണ്ട, ഓടി വന്നിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, മഹാഗണപതി വിഘ്നേശ്വരൻ. പറഞ്ഞാലും തീരില്ല ഞാൻ ചരിത്രം പറയാൻ നിന്നാൽ, ചരിതം പറയാൻ നിന്നാൽ. അതുകൊണ്ട് കൂടുതൽ ലെങ്ത് കൂട്ടി ഇനി കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം അത്തരത്തിൽ കുറച്ച് ലോജിക്ക് ഇവിടെ കാണണം കേട്ടോ. ഇന്നതേ വെക്കാം. അപ്പോൾ കൊമ്പൊടിഞ്ഞത് വെച്ചുകൂടാ. 2 കൊമ്പുള്ളത്. ഇത്രയും ഗണപതി തന്നെ 32 ടൈപ്പ് ഉണ്ട്. 32 തരം എന്ന് പറയുമ്പോൾ 32 ഭാവങ്ങളുണ്ട്. പോരാത്തതിന് 2 ചരിതത്തിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞു ഏതൊക്കെയാണ്? വല്ലഭ, അതുപോലെ ബുദ്ധിസിദ്ധി. പോരാത്തതിന് അഗസ്ത്യമുനി ഉണ്ടാക്കി പാതാള ഗണപതി. എവിടെയായിരിക്കുന്നത്? കാളഹസ്തി. കാളഹസ്തി എവിടെയാ? ശ്രീകാളഹസ്തി തിരുപ്പതിയിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന വായുലിംഗ രൂപത്തിലുള്ള ശിവക്ഷേത്രം. ശ്രീ, ചിലന്തി, കാള, സർപ്പം, ഹസ്തി, ആന, 3 കൂടി ചേർന്നു എന്താണ്? ശ്രീകാളഹസ്തി. അവിടെ പാതാള ഗണപതി. ആരാ കൊണ്ടുവന്ന? അഗസ്ത്യമുനി. എന്തിനാ കൊണ്ടുവന്നേ? അവിടെ വന്നപ്പോൾ ജലമില്ലാതായപ്പോൾ നദിയെ ഗതി മാറ്റി ഒഴുക്കിയത് മഹാഗണപതിയാണ് എന്ന ചരിതം. ദൃഷ്ടിദോഷം അകറ്റുന്നതിന് വേണ്ടി ദൃഷ്ടിയിൽ നിന്നുമുണ്ടായ, അഗസ്ത്യമുനിയുടെ ദൃഷ്ടിയിൽ നിന്നുമുണ്ടായ ഗണപതി, ദൃഷ്ടി ഗണപതി. അങ്ങനെ അതിന് 2 ജന്മം നൽകിയത് ഈ അഗസ്ത്യമുനിയാണ്. അപ്പൊ ഈ ഗണപതിയെ അറിയാണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ? ഈ ഓരോന്നിനും കഥയുണ്ട്. ഞാൻ ഈ പറഞ്ഞ 32 പേരുടെയും കഥയുണ്ട്. ഒരു ദിവസം കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരാളുടെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമായിരിക്കാം, ഏതെങ്കിലും അത് ശ്രമകരമാണ്. അപ്പൊ അതാണ് ശ്രീ മഹാഗണപതി. ഇത്ര പറഞ്ഞാലും തീരില്ലേ. പിന്നെ കുട്ടികളുടെ സ്വഭാവവും കൂടിയാണ്. ഒരു സംഭവം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പിണക്കോ പുള്ളിക്കാരന്. പിണക്കിട്ട് നമ്മളെ ഇട്ട് ഒരുപാട് പരീക്ഷിക്കുന്ന പരിപാടി ഒന്നുമില്ല. അല്ലേ തന്നെ ദൈവം പരീക്ഷിക്കുമെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു വിശ്വാസവും. കയ്യിലിരിപ്പ് മാത്രം കൊണ്ടാണ്. അല്ലാതെ പരീക്ഷണം ഒരിക്കലും ഈശ്വരൻ ചെയ്യത്തില്ല. ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു. എനിക്കറിയാം ആ കുട്ടിക്ക് ഞാൻ ഒരു പുസ്തകം മുഴുവൻ പഠിപ്പിച്ചിട്ട് അതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവനറിയാം എന്നെനിക്കറിയാം. അപ്പോൾ അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ പണി ദൈവം കാണിക്കത്തില്ല. എന്താ കാര്യം? ഞാൻ എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ചോദിക്കുന്നത്? ഇവനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണം. ഏത് ദൈവമോടാ അങ്ങനെ ചിന്തിക്കുന്നത്? ആ ദൈവത്തെ എന്തിനു വിശ്വസിക്കണം? അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ഭഗവാൻ എന്താണ് എന്നറിഞ്ഞ് വേണം നമ്മൾ വിളിക്കാൻ. വിളിച്ചാൽ ഉറപ്പായിട്ടും അനുഗ്രഹം ഉണ്ടാകും കേട്ടോ, ഒരു സംശയം വേണ്ട.
എടാ, നമ്മൾ ഇത്രയും ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവില്ലേ? പിന്നെ നമ്മൾ ആ അമ്പലത്തിൽ പോകും. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത്, നിങ്ങൾ വിളിക്കുമ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകണ്ട. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പം ഏതെങ്കിലും ഒരു ഈശ്വരൻ വന്നിട്ടുണ്ടോ, അതേത് മതവിഭാഗത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അതിനെ മുറുകെ പിടിച്ചോണം. പക്ഷേ ഗണപതിയെ വിളിച്ചവരൊന്നും വഴിതെറ്റി പോയിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും ഒരുപാട് സാക്ഷ്യങ്ങളല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.